ഇരുമ്പമ്പുളിയുടെ സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പമ്പുളി വെച്ച് ഒരു മീൻകറി ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അങ്കമാലിക്കാർക്ക് ഒരു സമാധാനം ഇല്ല മക്കളെ. അതുകൊണ്ട് ആ ഇരുമ്പമ്പുളിയൊക്കെ ഞാൻ ചുമന്നുകൊണ്ട് ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. നല്ല രോഹു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കറിയാക്കാൻ പോണത്. അപ്പൊ അത് നീളത്തിലരിഞ്ഞ ഇരുമ്പമ്പുളിയിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക. സ്പൂണൊന്നും വേണ്ട, കൈ തന്നെ വേണം. അപ്പൊ ഈ ഇരുമ്പമ്പുളി ഒന്ന് എടുത്ത് കടിക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. വായിലൂടെ ഇപ്പൊ തന്നെ കപ്പലോടുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ല നീളത്തിലരിഞ്ഞ സവോള, കുറച്ചധികം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം മതി. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്ന് അളവിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ചതിന് ശേഷം സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളാം. കൈ എടുത്ത് അങ്ങോട്ട് ഞെരടി മാറ്റി വെച്ചോളൂ ആ സംഭവം. അതിലാണ് നമ്മുടെ മെയിൻ ടേസ്റ്റ് ഇരിക്കുന്ന കറിയുടെ. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ പരിപാടിയിലോട്ട് കിടക്കുക. അപ്പൊ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് അരച്ച് കറി വെക്കാന്നാണ് വിചാരിച്ചത്, തേങ്ങ അരച്ച് കറി വെക്കാന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു അബദ്ധം കാണിച്ചു. ആദ്യം തന്നെ കൊണ്ടുപോയി തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. തിളച്ച വെള്ളം ഒഴിക്കുന്നതിൽ തെറ്റില്ല, തേങ്ങ അരച്ച് കറി വെക്കുകയാണെങ്കിൽ ഇതാണ് റൈറ്റ് സ്റ്റെപ്പ്. പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് തീരുമാനം മാറ്റി പാല് പിഴിഞ്ഞ് കറി വെക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ തേങ്ങയൊക്കെ കുഞ്ഞായിട്ട് നുറുക്കിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരച്ചതാ തേങ്ങാപ്പാൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളവും ആ സവാളയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് മീൻ തട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ മീനൊക്കെ ഓൾമോസ്റ്റ് വെന്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഹാഫ് വേവ് പരുവത്തിലാണ് നമ്മൾ ഇരുമ്പുളി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ ഇരുമ്പുളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഉപ്പൊക്കെ സെറ്റായൊന്ന് നോക്കി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തിളച്ചു വരും. അപ്പോഴാണ് നമ്മൾ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ അപ്പൊ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാറ്ററിങ്ങിലൊക്കെ നല്ല മാങ്ങാക്കറിയും മീൻകറിയൊക്കെ നമുക്ക് കിട്ടില്ലേ, അതിന്റെ ശരിക്കുള്ള സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് പ്രോപ്പർ കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കിട്ടും, പിരിഞ്ഞു പോകത്തുമില്ല കേട്ടോ. അപ്പൊ ഇത് സെറ്റായതിനു ശേഷം നമ്മൾ താളിച്ചൊഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പൊ ചുവന്നുള്ളി ആട്ടെ ഞാൻ ഉപയോഗിച്ചേക്കുന്ന വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടി. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ടുള്ള നമ്മുടെ കറിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ മീൻ കറി റെഡി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻകറി ടേസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എടുക്കണം മക്കളെ. നല്ല അപാര ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ഇരുമ്പുളിയാണ്, നല്ല സൂപ്പറാണ്, നല്ല പുളി. പിന്നെ നമ്മുടെ പൂ പോലെ വെന്ത നമ്മുടെ രോഹു അടിപൊളിയായിരുന്നു. പിന്നെ ചാറും കൂട്ടി ചോറ് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അടിപൊളി ചൂടായിരുന്നു കേട്ടോ. എന്നാലും വേണ്ടില്ല, ടേസ്റ്റ് നോക്കിയേ പറ്റും. നല്ല സൂപ്പർ സാധനമായിരുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ റെസിപ്പീസും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചെയ്തോളെന്ന് എനിക്കറിയാം. അപ്പോൾ ബൈ ബൈ.